ഹലോ, ഹലോ, തിരക്കിലാണോ? എന്ത് പറ്റി പറയൂ. ഞാൻ 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു. അല്ല, ഇന്നലെ വിളിച്ചിരുന്നു. പിന്നീട് ഇടക്കിടക്ക് കട്ടായിട്ട് ഇങ്ങനെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. പറയൂ. പറയാ അപ്പൊ എന്നോട് ഇപ്പൊ പറഞ്ഞു കടയിൽ റെലവെന്റ് തന്നെയാണ് ആയിട്ടുള്ള ഇപ്പോഴും? കാര്യങ്ങൾ. ആ, കട തന്നെ. ഇപ്പൊ അതിന് ഒഴിവാണ്. നോമ്പ് തുറന്നതിന് ശേഷം ആളുകൾ കുറവാണ്. പറയൂ. ഞാൻ ഇന്നലെ ചോദിച്ച കാര്യം തന്നെയാണ്. നമ്മൾ ഈ ഒരു ക്രിയേറ്റർ ഇല്ലാണ്ടത് എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടാവുന്നു, അതിനൊന്നും ഒരു കാര്യമായ ഒരു ഉത്തരം കിട്ടിയില്ല. ക്രിയേറ്റർ ഇല്ലാണ്ട് പ്രപഞ്ചം ഉണ്ടാവുന്നു എന്നതിന് ഉത്തരമില്ല. എന്നതിന് ഒരു ക്രിയേറ്റർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന ആളാണ് ക്രിയേറ്റർ എന്നുള്ള ഉത്തരം കിട്ടൂലല്ലോ. നമ്മുടെ മുമ്പിലുള്ള റിയാലിറ്റി എന്താണ്? നമ്മൾ ഈ കാണുന്നതും ഇപ്പൊ നമ്മള് മനുഷ്യര് പിന്നീട് പിന്നെ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളിലൂടെ മനുഷ്യന്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ മറ്റു മഹാത്ഭുതങ്ങളും ലോകത്തുണ്ട് എന്ന് മാത്രമാണ് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യം. അതായത് മനുഷ്യർ നമ്മൾ നിൽക്കുന്ന പ്രതലത്തിൽ നിന്ന് അങ്ങോട്ട് അന്വേഷിച്ച് പോവാണ്. ഇതാണ് മനുഷ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേ മനുഷ്യൻ ചെയ്യാൻ പറ്റൂ. പിന്നെ അതാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. മറ്റേത് നമുക്ക് ഉറപ്പുള്ള കാര്യം തന്നെ ഇപ്പൊ ആപ്പിളിന്റെ സിഇഒ സ്റ്റീവ് ജോബ്സ് ആണ്, മറ്റേ ആള് മറ്റേ ആമസോണിന്റെ മറ്റേ ആളാണ്, പിന്നെ അതുപോലെ ഈ പ്രപഞ്ചത്തിന് ഒരു കാര്യം ഉണ്ടാകുന്നതിന് നമ്മൾ ഈ എന്താ പറയാ പാറ്റേൺ സീക്കിംഗ് എന്നാണ് പറയണത്. അത് നമ്മളുടെ ഒരു ചിന്താപരമായിട്ടുള്ള ഒരു പരിമിതിയാണ്. അതായത് നമുക്ക് ഇതിന്റെയൊക്കെ പിന്നിൽ എല്ലാത്തിന്റെ പിന്നിലും ഒരാളുണ്ടാവും. ഇപ്പൊ നമ്മള് പിന്നെന്താ പറയാ കൂണുകൾ മുളച്ചു വരുന്നില്ലേ? അപ്പൊ ഇത് ഈ ക്രിയേറ്റർ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? മനുഷ്യന് ക്രിയേറ്റർ വേണമെങ്കിൽ ഒരു കൂണ് മുളച്ചു വരാനും ക്രിയേറ്റർ വേണ്ടി വരില്ലേ? അപ്പൊ അതെങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നുണ്ടാവുക? കാരണം മറ്റു ജന്തുക്കളിൽ നിന്ന് വിഭിന്നമായി മനുഷ്യൻ മാത്രം മറ്റു ജന്തുക്കളിൽ നിന്ന് വിഭിന്നമല്ല. എല്ലാ ജന്തുക്കളും, എല്ലാ മൃഗങ്ങളും, പക്ഷികളും ഇതര വിഭാഗങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. പല തരത്തിൽ വ്യത്യാസം ഉണ്ടാവും. അത് മനുഷ്യര് ഇങ്ങനെ വികസിച്ച് മനുഷ്യന്റെ തലച്ചോറിലുള്ള പരിണാമപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ മനുഷ്യന്റെ വികാസത്തിന് ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഇപ്പുറത്തുണ്ട്. മനുഷ്യന്റെ തലച്ചോറിലുള്ള വികാസം മാത്രമല്ല മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയത്, സാമൂഹിക ജീവിതത്തിലുള്ള പരിണാമം കൂടിയാണ്. അപ്പൊ ഇത് ഒരു സുപ്രഭാതത്തിൽ ഒരാളിങ്ങനെ പർട്ടിക്കുലർ രീതിയിൽ പടച്ച് സൃഷ്ടിച്ചിട്ട് ഊതി ജീവൻ കൊടുത്ത ആത്മാവ് കയറ്റിയിട്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇട്ടതൊന്നുമല്ല. ഇതാണ് സൃഷ്ടിവാദത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ടോ ഇല്ലേ, ഇത് അന്വേഷിക്കാനും ഇതില് സംശയം ജനിക്കാനും അല്ലെങ്കിൽ അത് അന്വേഷിച്ച് നടക്കാനും ഒക്കെ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയുമ്പോൾ നിങ്ങൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള തെളിവ് നിങ്ങൾക്ക് വേണം. ഇപ്പൊ ഇതിനൊക്കെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് വാദിക്കുന്നവർ നമ്മളുടെ ഈ പറയപ്പെടുന്ന ഈ പാറ്റേൺ സീക്കിങ്ങും ഈ ഏജൻസി പിന്നെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഒക്കെ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ രീതിയിലാണ്. ഇപ്പൊ നമ്മൾ ഈ ഐഫോണിന്റെ ഉദാഹരണം പറയും, പല കാര്യം. പക്ഷെ കൂണിന്റെ ഉദാഹരണം പറഞ്ഞാലോ, കൂണാണ് ഇപ്പൊ നമുക്ക് കുറച്ചുകൂടിയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന സാധനം അല്ലെ? അപ്പൊ നമ്മൾ ഇന്നലെ കളച്ചു മറിച്ച് കളഞ്ഞ തൊടിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ കൂൺ മുളച്ചു വരുന്നത്. അപ്പൊ ഇത് നമ്മൾ മനുഷ്യരിങ്ങനെ കണ്ടെത്തണം. അപ്പൊ ഇത്തരം സംശയങ്ങൾ മനുഷ്യര് പല തരത്തിലാണ് അവന്റെ സംശയം തീർക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യനാണെങ്കിൽ ഉത്തരം ചിലതിന് വേണേ, ചിലർക്ക് ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ. ചില ആളുകൾക്ക് ഉണ്ട് എനിക്കറിയാത്ത ഒന്നുമില്ല എന്ന് പറയൽ നിർബന്ധമുള്ളു, എല്ലാം അറിയുന്നവൻ ആണ് എന്ന് അഹങ്കരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ രീതിയിലാണ് ഈ ക്രിയേറ്റർമാരുടെ കഥകൾ ലോകത്തെമ്പാടുള്ളത്. ഓരോ നാട്ടില് ഓരോ മനുഷ്യന്മാർ ഓരോ കാലത്ത് ഇതിന്റെ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് സങ്കല്പിച്ച കഥകൾ വ്യത്യസ്തമാണ്. അത്തരം കഥകളൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതൊക്കെ ശരിയാണെന്നോ സത്യമാണെന്നോ സ്ഥാപിക്കാനുള്ള ഒരു തെളിവും ഈ പറയപ്പെടുന്ന ഈ പാറ്റേൺ സീക്കിങ്ങോ അല്ലെങ്കിൽ ഈ ഏജൻസി സീക്കിങ്ങോ പോലത്തെ കാര്യങ്ങളല്ലാത്ത ഒന്നുമില്ല, തെളിവൊന്നുമില്ല. അപ്പൊ പിന്നെ മനുഷ്യർ ചെയ്യുന്ന എന്താ? മനുഷ്യരിപ്പോ നമ്മള് 21-ാം നൂറ്റാണ്ടിൽ നിന്നിട്ട് ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ കുറിച്ച് അത്ഭുതം കൂറാണ്. ഈ പ്രപഞ്ചത്തിന്റെ
വലിപ്പം, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ സാധ്യമാകും എന്ന് അത്ഭുതപ്പെടുന്നുണ്ടല്ലോ. ഈ അത്ഭുതപ്പെടാൻ പാകത്തിന് ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം നമ്മുടെ മുമ്പിലേക്ക് തന്നതാരാണ്? മനുഷ്യന്റെ അന്വേഷണത്തിലൂടെ സയൻസ് ആണ്, അല്ലെ? നമ്മള് ഒരു അല്ലെ ഒരു 200 കൊല്ലം മുമ്പ്, ഒരു 300 കൊല്ലം മുമ്പ് ജീവിച്ച മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ അത്ഭുതം ഈ മല, ഈ തൂണ്, മീൻസ് ഈ മല എങ്ങനെ ഇത്ര ഉയരത്തിൽ നിൽക്കുന്നു, ഈ കടൽ എങ്ങനെ ഇങ്ങനെ ഇളച്ചു മറിയുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ അപ്പൊ ഈ ഒരു 100-200 കൊല്ലം മുമ്പ് മനുഷ്യൻ അത്ഭുതിക്കുന്നത് ഈ തെങ്ങിൽ എങ്ങനെയാണ് തേങ്ങ ഉണ്ടാവുന്നത്, ഈ തേങ്ങയുടെ അകത്ത് ആരാണ് വെള്ളം നിറച്ചത് എന്നായിരുന്നു ആലോചന. പണ്ട് അങ്ങനെ ആളുകൾ അത്ഭുതം കൂറുകയും അത് അത് ആളുകൾ പറയും ചെയ്തിരുന്നു. ഇപ്പൊ തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത്, ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ചോദ്യം. അന്ന് ഈ പ്രപഞ്ചത്തിന്റെ മഹാത്ഭുതങ്ങളും ഈ ഗാലക്സികളും സൗരയൂഥവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിപാടികളെ കുറിച്ചൊന്നും എന്തില്ല, ആളുകൾ അത്ഭുതം പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം അന്ന് ആളുകൾക്ക് ഇത് അറിയില്ലായിരുന്നു. അപ്പൊ അന്ന് ആളുകൾ ആകെ അത്ഭുതപ്പെട്ടത് തേങ്ങന്റെ ഉള്ളിൽ എങ്ങനെ വെള്ളം, ഇത് ആര് സംവിധാനിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട് മൂല്യന്മാര് പറയുന്നത്, ഒരു 25 കൊല്ലം മുമ്പ് പോലും നാട്ടുമ്പുറത്ത് മൂല്യന്മാര് പറഞ്ഞിട്ടുണ്ട്, ഈ തേങ്ങക്കുള്ളിൽ ഇങ്ങനെ ശുദ്ധമായ വെള്ളം ഇത് ആര് നിറച്ചു, ഇത് സംവിധാനിച്ചത് ആരാണ്. മനസ്സിലായോ? ആമയുടെ പുറത്ത് ഈ തോട് ഇങ്ങനെ സംവിധാനിച്ചത് ആരാണ്. അപ്പോ നമ്മൾ കാലഘട്ടം മാറി ശാസ്ത്രീയമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അറിവ് നേടുമ്പോൾ ആ അറിവിനെ മുൻനിർത്തിയിട്ട് നമ്മളുടെ ക്യൂരിയോസിറ്റിയുടെ ആഴം കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശാസ്ത്രം ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ട്, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, നിങ്ങളുടെ വീട്, അതാണ് നിങ്ങളുടെ ശരീരം, നിങ്ങൾ നിൽക്കുന്ന വീട്, നിങ്ങളുടെ കുടുംബം, അതിനപ്പുറത്ത് നിങ്ങളുടെ കവല, അതിനപ്പുറത്ത് നിങ്ങളുടെ അടുത്തുള്ള വലിയ ടൗണ്, നിങ്ങളുടെ ജില്ല, സ്റ്റേറ്റ്, രാജ്യം, ഭൂഖണ്ഡം, ഇങ്ങനെയാണ് നിങ്ങളുടെ അറിവ് പോകുന്നത്. അങ്ങോട്ടാണ് അന്വേഷിക്കുക. അതിന് പകരം പല മതങ്ങളും, ഇസ്ലാം ഉൾപ്പെടെയുള്ള മതങ്ങളുടെ രീതി എന്താ വെച്ചാൽ അവരവിടുന്ന് ഇങ്ങോട്ട് കഥ പറഞ്ഞു തരണം നമുക്ക്. അള്ളാഹ് 6 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് ഇത് സൃഷ്ടിച്ചു, ആദ്യം ഇന്നത് ഉണ്ടാക്കി, പിന്നെ എന്നത് ഉണ്ടാക്കി, പിന്നെ ശനിയാഴ്ച വിശ്രമിച്ചു, ഇങ്ങനെ മീൻസ് ഈ രീതിയിൽ, ഞാൻ ഇതിന്റെ എക്സാക്ട് അല്ല പറയുന്നത്, ഈ പാറ്റേണിലാണ് പറയുന്നത്. അപ്പൊ പിന്നെ മനുഷ്യരെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി മലക്കുകളെ പറഞ്ഞയച്ചിട്ട്, ജിബ്രീലിനെ പറഞ്ഞയച്ചു, ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും കുറെ മണ്ണ് പൊടി കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ അത് ചെളി രൂപത്തിലാക്കി പരുവപ്പെടുത്തി, പിന്നെ മുട്ടിയാൽ മുഴങ്ങുന്ന കളിമൺ രൂപം ഉണ്ടാക്കി അവിടെ വെച്ചു. എന്നിട്ട് അതിലേക്ക് റൂഹ് ഊതി, അതിൽ നിന്നൊരു വാരിയൽ ഊരി ഹവ്വാ ബീവിനെ സൃഷ്ടിച്ചു. അങ്ങനെ അവർ രണ്ടാളെ സ്വർഗത്തിലാക്കി. നോക്കൂ, മനുഷ്യരുടെ ചരിത്രം അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ക്രമം, ഇതിനെ 2 പേജിലുള്ള ഒരു കഥയിൽ ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു എന്ന് പറയുന്ന ഒരു ആള് ചുരുക്കി എഴുതുന്ന രൂപമാണിത്. ഇതിന് മുന്നിൽ വെച്ചിട്ടാണ് ക്രിയേറ്റർ ഉണ്ട് എന്ന വാദത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഇസ്ലാമിക പക്ഷം വരുന്നത് എന്നുള്ളതാണ് ഇതിൽ അത്ഭുതം. അപ്പൊ നമുക്ക് ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ശക്തി ഉണ്ടോ, ആരെങ്കിലും ഒരു ക്രിയേറ്റർ ഉണ്ടോ ഇല്ലേ എന്ന ചർച്ചയ്ക്ക് പോലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കഥ യോഗ്യമല്ല. ആ കഥ വെച്ചിട്ട് ചർച്ച പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ദൈവം ഉണ്ടോ ഉണ്ടില്ലേ എന്നുള്ള ചോദ്യത്തിൽ ഇസ്ലാമിസ്റ്റുകളുമായിട്ട് എൻഗേജ് ചെയ്യാത്തത്. ഞങ്ങളോട് ഇതിന്റെ മിനിമം രൂപം പറയാണ്. അപ്പൊ നമ്മളിപ്പോ അത്ഭുതപ്പെടുന്നത് പോലും ഈ അത്ഭുതപ്പെടാൻ പാകത്തിനൊരു ചിത്രം നമ്മളെ മുന്നിലേക്ക് തരുന്നത് ശാസ്ത്രീയമായിട്ട് മനുഷ്യൻ ഇവിടുന്ന് അങ്ങോട്ട് അന്വേഷിച്ച് പോയതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇനി അങ്ങനെ അന്വേഷിച്ച് മാത്രമേ ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിന് പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണം പോലും സാധ്യമുള്ളൂ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇതിന്റെ പിന്നിൽ ഒരാൾ, ഞാൻ മനസ്സിലാക്കിയത്, എന്റെ ബോധ്യമാണ് ഞാൻ പറയണത്, ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കുന്ന സമയത്ത് ഇതിന്റെ പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ടാവാം എന്ന് വിശ്വസിച്ച ആളാണ്. അതായത് ദൈവം എല്ലാത്തിന്റെയും പിന്നിൽ ഒരു ശക്തിയായി നിലനിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വാസമുള്ള കാലത്ത് ആ ദൈവത്തിൽ നിന്നുള്ളതല്ല ഈ മതം എന്ന് തിരിച്ചറിഞ്ഞിട്ട് വിട്ട ആളാണ് ഞാൻ കേട്ടോ. എനിക്ക് എന്നെ സംബന്ധിച്ച് പിന്നീട് ഞാൻ 2-3 തവണ അത് കേൾക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ തന്നെ പറയാം. അപ്പൊ ഞാൻ ഇതൊന്ന് അവസാനിപ്പിച്ചത്, അതായത് ആ രീതിയിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ദൈവം ഒരു കോൺഷ്യസ് ആയിട്ട് ഇരുന്ന് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് ഇതുപോലെ സംവിധാനിച്ച് വെച്ച ഇതിന്റെ ഒക്കെ പുറത്തുള്ള ഒരു ശക്തിയുടെ ബോധപൂർവമായ ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, വികസിച്ചത്, ഈ ജീവികൾ പരിണമിച്ചുണ്ടായത്, ഇപ്പം ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്നൊന്നും വിചാരിക്കുന്ന ആ ഒരു ബോധ്യമല്ല ഇപ്പൊ എനിക്കുള്ളത്. ഇത് പ്രകൃതി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം, യൂണിവേഴ്സ്, അതാണുള്ളത്, അതാണ് എന്നുള്ളത്, അതാണ് എന്റെ
ഒരു ബോധ്യം. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഒരു ക്രിയേറ്റർ എന്നൊരു കൺസെപ്റ്റിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. അതാണ് എന്റെ സ്റ്റാൻഡ്. നിങ്ങൾ ചോദിച്ചാൽ അതായത് പിന്നെ പിന്നെ ഞാൻ പറയാറുള്ള ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ പറയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞോളി. അതെ നിങ്ങൾ പറഞ്ഞ ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് ഇനി ക്രിയേറ്റർ ഉണ്ടെങ്കിൽ പോലും അത് ഇവരല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാരണം ഞാൻ വിട്ടതാണ്. അങ്ങനെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതുകൊണ്ട് അതായത് ഞാന് ഇപ്പൊ നമ്മള് എല്ലാവരും മതവിശ്വാസികളായിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് ദൈവവിശ്വാസികളായിരിക്കുമല്ലോ. അതെ. അപ്പൊ ഈ മതം മനുഷ്യനുമായി ബന്ധപ്പെടുത്തിയിട്ട് മതത്തെ പരിഗണിക്കുമ്പോൾ ഈ മതത്തിന്റെ അവകാശവാദം എന്താ? ഈ മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ജീവിത പദ്ധതി, ഒരു മനുഷ്യൻ തന്റെ ജനനം മുതൽ മരണം വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഉള്ള സമഗ്രമായിട്ടുള്ള ജീവിത ദർശനം മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിൽ അവതരിപ്പിച്ച ഏറ്റവും ഉത്തമമായത്. ഇതാണ് ഇസ്ലാമിന്റെ അവകാശവാദം. ഈ അവകാശവാദം വെച്ച് പരിശോധിക്കുമ്പോ അത് ഈ മനുഷ്യർക്ക് യോജിക്കാത്തതാവുന്നു, പലപ്പോഴും മനുഷ്യവിരുദ്ധമാകുന്നു, പലപ്പോഴും പിന്നെ മനുഷ്യർക്കിടയിൽ വിഭാഗീയതയ്ക്കും അക്രമങ്ങൾക്കും കാരണമാവുന്ന തരത്തില് ഇത് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു മാനവികത, നമ്മൾ പറയില്ലേ ഇപ്പൊ എന്താണ്, നിങ്ങളെല്ലാവരെയും ഒരു ആണിൽ നിന്ന് പെണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഖുർആൻ വചനത്തിന് വിരുദ്ധമായി എത്രയോ കാര്യങ്ങൾ, ആ ഒരു ആശയത്തിന് നിരക്കാത്ത, അങ്ങനെ ഒരു സാഹോദര്യാണ് അത് ഉദ്ഘോഷിക്കുന്നതെങ്കിൽ അതിന് നിരക്കാത്ത എത്രയോ കാര്യങ്ങൾ ഖുർആനികമായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഈ വൈരുദ്ധ്യങ്ങള് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെ ഒരു ദൈവം പറയുമോ എന്ന ചിന്തയിലേക്ക് നമ്മൾ വരും സ്വാഭാവികമായിട്ട്. ഇപ്പൊ അടിമത്തൊക്കെ നമ്മൾ അങ്ങനെ ചിന്ത വന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ള ഏത് വൈരുദ്ധ്യങ്ങളാണ്? ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ അടിമത്തം തന്നെ ഒരു ഉദാഹരണം എടുക്കാം. അടിമത്തം ഞാൻ എപ്പോഴും ഉദാഹരിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അതാണ് എനിക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയത് അടിമത്താണ്. പിന്നെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇപ്പം പല ആൾക്കാരും ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മള് ഈ ശരിയ നിയമം, പിന്നെ ഈ മഹല്ല് കമ്മിറ്റികള്, വിവാഹമോചനം, വിവാഹ ബന്ധം ചേർക്കല്, ഇതൊക്കെ ഒരു മഹല്ലിന്റെ ഒരു കീഴിലാണല്ലോ. അപ്പോ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതിവിടെ സമൂഹത്തിന് കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടാണ് അടിമത്തം ഇംപ്ലിമെന്റ് ചെയ്യാത്തത്. അതായത് നമ്മളുടെ ദേശീയ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള രൂപകൽപ്പനകളൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ് സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില സംവിധാനങ്ങളാണ് ഈ മഹല്ലുകള്, ഇടവകകൾ എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ്. മനസ്സിലായോ? അപ്പൊ അത് നിലനിന്ന് പോരുന്നു എന്നുള്ളൂ. അതിനൊന്നും ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് അതിന്റെ ഒരു ആവശ്യം പോലും ഇല്ല, അതിന് പ്രസക്തിയുമില്ല. അത് അന്ന് മുതലേ അങ്ങനെ ഉള്ളത് കൊണ്ട് അത് അങ്ങനെ നിലനിന്ന് പോരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനെന്തെങ്കിലും നമ്മളെ ലൈഫിൽ എന്തെങ്കിലും പ്രസക്തി ഇല്ല. ഇപ്പൊ മഹല്ലുകൾ എന്ന് പറഞ്ഞാല് അതിന്റെ പ്രാചീന കാലത്ത് എന്താണ് മഹല്ല്? ഒരു മുസ്ലിം മഹല്ലിനകത്ത് രണ്ടുപേര്, ഇപ്പൊ ഒരാൾ മോഷണം നടത്തിയാല് ആ മോഷ്ടാവിന് ശിക്ഷ വിധിക്കേണ്ടത്, തെളിവ് പരിശോധിച്ച് ശിക്ഷ വിധിക്കേണ്ട ആളാണ് കാളി. അയാളാണ് കാളി. അയാളെ നിയമം നടപ്പിലാക്കുന്നത് പോലെ കിളിച്ചുണ്ട മാമ്പഴത്തിൽ അതിന്റെ അങ്ങേയറ്റത്തെ മീൻസ് ഒരു ആക്ഷേപഹാസ്യത്തിന്റെ രൂപത്തിലാണെങ്കിൽ, ഞാൻ പറഞ്ഞത് ശരിയായ രീതിയിൽ ഇസ്ലാമിന്റെ ഒരു ഭരണമുള്ളായിരുന്ന കാലത്ത് പ്രാദേശികമായി മഹല്ല് തലത്തിൽ ഉണ്ടാവുന്ന ആ വിഭാഗത്തിനിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ വിധി തീർപ്പ് കൽപ്പിച്ചിരുന്നത് കാളിയാണ്. ഉദാഹരണത്തിന് ഒരു സ്ത്രീ, ഒരു പുരുഷൻ, ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറയില്ലേ, നമ്മുടെ എന്താ പറയുക, ഫസ്ക്. ഈ ഫസ്കൊക്കെ അത് ഫസ്ക് ചെയ്തു കൊടുക്കുന്നത് മഹല്ല് കാളിയാണ്. ഒരു വാപ്പ ജീവനോടെല്ല, അല്ലെങ്കിൽ പുരുഷ കേസരികളാരും ബന്ധു ലിസ്റ്റിൽ ഇല്ലാത്ത സമയത്ത് ഒരു പെൺകുട്ടിയുടെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് കാളിയാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ സമുദായത്തിന്റെ ഒരു ഭരണക്രമം പോലെയായിരുന്നു ഈ മഹല്ലുകൾ പണ്ട് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് അതിനങ്ങനെ പല്ല് കൊഴിഞ്ഞ സിംഹം ആ ഒരു ചട്ടക്കൂട് അങ്ങനെ കൊണ്ടുപോകുന്നു. അതിലിപ്പോ പ്രധാനമായിട്ട് ഇപ്പത്തെ നമ്മുടെ നാട്ടിലെ പള്ളി മഹല്ലുകളുടെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാല് ഹൗസ് ക്ലീൻ ചെയ്യലും പള്ളി മതിലിന് പെയിന്റ് അടിക്കലും അല്ലെ, ശമ്പളം കൊടുക്കലും ഉസ്താദിന്റെ ചെലവ് നോക്കലും അല്ലേ. അത്രയായിട്ട് നിൽക്കണം, അത്രയെങ്കിലും ആയിട്ട് നിൽക്കണം. പക്ഷെ അതിന് പകരം ആ മഹല്ലിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെയും വ്യക്തി സ്വാതന്ത്ര്യം, ഭരണഘടന നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുകളിൽ പരിശോധന നടത്തുകയും മോണിറ്ററിംഗ് നടത്തുകയും ചെയ്യുന്ന ചില മഹല്ലുകളൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പല ഊരുവിലക്കുകളൊക്കെ, ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന കുടുംബത്തെ ഊരുവിലക്കുക, മരിച്ചാല് മയ്യത്ത് കവറടക്കൂല എന്ന് പറയാ, കല്യാണം നടത്തി തരില്ല എന്ന് പറയുന്ന അഹങ്കാരമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഒരു അറുതി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോരോ പല്ല് പൊഴിഞ്ഞ് അവസാനം പള്ളി പരിപാലിക്കലും പള്ളിയിലെ
ഹൗല് വൃത്തിയാക്കലും മൂത്രപ്പുര ശുചീകരിക്കലും ഒക്കെ ആയിട്ട് അതിനു വേണ്ടിയിട്ട് സംവിധാനമായിട്ട് മഹല്ലുകൾ നിലനിൽക്കും. അത്രയേ ഉള്ളൂ. അതല്ലാതെ മഹലിന് പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല. അപ്പൊ അതാണ് ആ കാര്യത്തില്. വേറെന്തെങ്കിലും? പിന്നെ പിന്നെ ഞാനിത് നമ്മള് പറയുന്നത് ഇതാണ്, ഞാൻ ഈ പറഞ്ഞില്ലേ, നിങ്ങൾ പറയും. ഞാൻ തന്നെ പറഞ്ഞു ആ, നിർത്തല്ല, നിങ്ങളാണ് പറയേണ്ടത് ശരിക്കും. ഞാനത് പിന്നെ അതായത് ഞാൻ കാണുന്ന ഈ ലിയാഖത്ത് എന്ന വ്യക്തി അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു ഒരു നല്ല പ്രൊഫഷണൽ ആയ വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ ഇത് വിടാൻ കാരണമാവുന്നതിന് അത്രയും, അതായത് ഞാൻ എന്നേക്കാൾ കുറച്ചും കൂടി ഇന്റലിജന്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പൊ താങ്കളെ പോലെ പലരും ഇപ്പോ സ്വീഡനിലാണെങ്കിലും പല രാജ്യങ്ങളിലും വിമർശനം നടത്തിയിട്ട് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുണ്ട്, സ്വാഭാവികമാണ്. അതായത് ഈ മതം സ്വീകരിക്കുന്നതിനകത്തും മതം വിമർശിക്കുന്നതിനകത്തും ഇപ്പൊ ഞാൻ ഇസ്ലാമിലുള്ള സമയത്തും ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന സമയത്തും പിന്നെ നമ്മളൊരു മൂല്യമായിട്ട് ഒരു ഹദീസ് ആയിട്ട് പറയപ്പെടുന്ന ഒരു മൂല്യം, അത് ഹദീസിൽ മാത്രമുള്ള ഒന്നല്ല, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയും. നിങ്ങളുടെ ഒരു പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് നമ്മൾ ഉദ്ദേശശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് എന്റെ അതിനുള്ള നിർവചനം. അപ്പൊ ഞാനത് എന്റെ ജീവിതത്തിലും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട എന്റെ വ്യവഹാരങ്ങളിലും പാലിക്കുന്ന ആളാണ്. ഇപ്പൊ നിങ്ങൾ എന്നോട് എത്ര നേരെ സ്നേഹത്തിൽ പ്രവർത്തിക്കുമ്പോഴും നിങ്ങളുടെ ഉദ്ദേശം എന്നോടുള്ള സ്നേഹപ്രകടനം അത് ജെനുവിൻ ആണെങ്കിൽ പോലും ആ സ്നേഹപ്രകടനത്തിന് കൊണ്ട് നിങ്ങൾ മറ്റൊരു കാര്യം ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ പിന്നെ നിങ്ങളുടെ സ്നേഹപ്രകടനത്തെ കാര്യമാക്കാറില്ല. അത് എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് മതം ഒരാൾ ഉപേക്ഷിക്കുന്നത്, മതത്തെ വിമർശിക്കുന്നത്, ഇതൊക്കെ അയാളുടെ ഇന്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞ സ്വീഡന്റെ ഉദാഹരണം പറഞ്ഞാല്, ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അങ്ങേയറ്റത്തെ വലതുപക്ഷ ഉണ്ടായിരുന്ന ഒരാള്, ഒരു മുസ്ലിം വെറുപ്പിന്റെ പ്രചാരകനായിരുന്ന ഒരാള് പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ഒരു കഥ ഉണ്ട്. ഇത് ജെനുവിനായിട്ടും ഇയാളെ നയിച്ചിരുന്നത്, അയാൾ ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നത് മുസ്ലിം വെറുപ്പ് എന്ന ഒരു കാര്യത്തെ മുൻനിർത്തിയായിരുന്നിരിക്കാം. മനസ്സിലായോ? ആ മുസ്ലിം വെറുപ്പ് അയാളിൽ കുത്തിവെച്ച ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ആ കാരണങ്ങൾ പലതും ജെനുവിൻ അല്ലായിരിക്കാം. അതായത് അകാരണമായിട്ട് മുസ്ലിങ്ങളെ വെറുക്കാൻ പ്രേരിപ്പിക്കുകയോ അതുവഴി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ശക്തികൾ ഇസ്ലാം ഒരു ഐഡിയോളജി എന്ന രീതിയിലല്ല, മുസ്ലിങ്ങൾ ഒരു ജനവിഭാഗം എന്ന രീതിയിൽ വെറുപ്പ് പടർത്താൻ ശ്രമിക്കുന്ന ആൾക്കാര് പല ഭാഗങ്ങളിൽ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. വർത്തമാന കാലത്തിലുണ്ട്, ഇന്നും ഉണ്ട്. നമ്മളുടെ ഇടയിൽ മതവിമർശകരായിട്ട് പോലും അത്തരം ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രവൃത്തിയിൽ അയാൾക്കൊരു പശ്ചാത്താപം ഉണ്ടാവുകയാണ്, ഒരു പ്രായശ്ചിത്ത ബോധം ഉണ്ടാവുകയാണ്. അത് ചെയ്തത് തെറ്റാണ്, മനുഷ്യത്വപരമായിട്ട് തെറ്റായ കാര്യം ചെയ്തു എന്ന ഒരു കുറ്റബോധം കൊണ്ട് ആ ചെയ്ത പ്രവൃത്തിക്കുള്ള ഒരു പ്രായശ്ചിത്തമായിട്ടോ അല്ലെങ്കിൽ അതിലുള്ള കുറ്റബോധം കൊണ്ടോ അയാൾ കണ്ടെത്തിയ ഒരു പരിഹാരമായിരുന്നിരിക്കാം ഇത്. ഒന്ന്, ഓപ്ഷൻ 1. ഓപ്ഷൻ 2, അയാള് ഈ മുസ്ലിം വിമർശനം വിരോധവും ഒക്കെ നടത്തിയിരുന്നത് സാമ്പത്തികമായോ അതല്ലെങ്കിൽ രാഷ്ട്രീയമായോ സ്ഥാപിതമായിട്ടുള്ള മറ്റു താല്പര്യങ്ങളോ മറ്റു എന്തെങ്കിലും നേട്ടങ്ങളോ മുൻനിർത്തിയിട്ടാണ് ഇയാൾ ഈ വെറുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ അത്തരം ആളുകളെ പർച്ചേസ് ചെയ്യാൻ എളുപ്പമാണ്. അതിനേക്കാളും മികച്ച ഓഫർ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്താൽ അവർ തിരിയും. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. അവര് ആദർശം പറയുന്നത് കേട്ടാൽ നമ്മളെ രോമം എഴുന്നേറ്റ് വെക്കും. നമ്മൾ കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴത്തേക്ക് അയാൾ അന്ന് വരെ വിമർശിച്ചിരുന്ന ആദർശത്തിന്റെ വക്താവായി വരും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു ഉദാഹരണം, ടോം വടക്കൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ അനുഭാവി ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഒരു വക്താവ് ഉണ്ടായിരുന്നു. അപ്പോ അയാളൊക്കെ ഒരു കാലത്ത് BJP എതിർക്കുന്ന കാണുമ്പോൾ നമുക്ക് രോമം എഴുന്നേറ്റ് ചിലപ്പോ. രാവിലെ കേൾക്കുന്ന എന്താ, അയാള് അങ്ങോട്ട് പോയിന്നാണ്. അപ്പൊ ഇത്തരം ആളുകൾ ഉണ്ടാവും. ഇതൊരു കാരണമാണ്. അപ്പൊ ഒരാൾ ഇനി അതൊന്നും അല്ല, ഇയാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇയാൾ ഇസ്ലാം വായിച്ചപ്പോ അയാളുടെ ഒരു എന്താ പറയാ ഇന്റലിജൻസ് വെച്ചിട്ടോ അയാളുടെ ബുദ്ധി വെച്ചിട്ടോ അയാളുടെ ബോധ്യം വെച്ചിട്ടോ അയാൾക്ക് അത് ഭയങ്കര മികച്ചതായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ഓപ്ഷൻ നമ്പർ 3 എന്ത് ഓപ്ഷനും ആവാം. അത് നമുക്ക് ഇവിടുന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അയാളുടെ ജെനുവിൻ ആയിട്ട് അയാൾ ഈ മതം മാറാനുണ്ടായ കാരണം എന്തായിരുന്നു എന്ന് മനസ്സിലാവുന്നതിന് മുൻപ് അയാൾ ഈ മതത്തെ ഇക്കോലത്തിൽ വിമർശിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നും കൂടി മനസ്സിലാക്കണം. അപ്പോഴാണ് ഇതിനൊക്കെ പിക്ചർ കിട്ടുക. ഇതേപോലെ നമ്മളുടെ നാട്ടില് ഇസ്ലാമായി നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശരിയായ രീതിയിൽ ഇസ്ലാം പഠിച്ചതിന് ശേഷം ഇസ്ലാം വിമർശകനായി പിന്നെ തിരിച്ച് ഇസ്ലാമിലേക്ക് പോയ ആൾക്കാരില്ലേ.
ഇപ്പൊ ഇസ്ലാമിന് പഠിച്ച് ഇസ്ലാമിനെ പിന്നീട് ഇസ്ലാം വിമർശകനായി, പിന്നെ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ഇസ്ലാം വിമർശകനായി നടന്നിരുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ മുമ്പിലില്ലേ. ഇതൊക്കെ ഇവര് എന്തുകൊണ്ട് ഇസ്ലാം വിട്ടു? ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചിട്ടുള്ള ചോദ്യം, ആ വ്യക്തിയോട് പിന്നെ ഒരു ആശയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ള കാര്യം, അയാള് ആദ്യകാലത്ത് ഇസ്ലാം പഠിച്ചു, ഇസ്ലാം ഉപേക്ഷിക്കാനുണ്ടായ കാരണം എന്ത്? ഇപ്പോൾ തിരിച്ച് അതിലേക്ക് പോകണമെങ്കിൽ അന്ന് അയാൾ ഉന്നയിച്ച കാരണങ്ങൾക്ക്, സംശയങ്ങൾക്ക്, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ജെനുവിൻ ആണെങ്കിൽ, ആദർശപരമായ മാറ്റാണെങ്കിൽ. എങ്കിൽ ആ കിട്ടിയ ഉത്തരം എന്ത്? എനിക്കിതുവരെ ആ വിശദീകരണം എവിടെന്നെങ്കിലും ലഭിച്ചതായിട്ട് അറിവില്ല, അയാൾ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് അറിവില്ല. അപ്പൊ ആ കാരണം കൊണ്ട് തന്നെ അതിനാൾക്ക് വേറെയും പല കാരണങ്ങൾ ഉണ്ടാവാം. സാമൂഹികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാവാം, കുടുംബപരമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാവാം, പ്രലോഭനങ്ങൾ ഉണ്ടാവാം, പല സാഹചര്യങ്ങൾ ഉണ്ടാവാലോ. അപ്പോ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇത് എന്ത് ഉദ്ദേശത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടി ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനൊക്കെ വിലയിരുത്തുന്നത്. ഞാൻ അങ്ങനെയാണ് ഇതിനൊക്കെ വിലയിരുത്തല്. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയാം. ഞാനിപ്പോ ഒരു ഇസ്ലാം ഇത്രയൊക്കെ വിമർശിച്ചു, ഇനി ഇതിലെപ്പോഴും നിങ്ങൾ ഇത്രയും ഞാൻ നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങളെ പല സ്റ്റേറ്റ്മെന്റും ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ സമ്മതിക്കുമ്പോഴും ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, യുക്തിവാദികൾക്ക് പറയാനുള്ള കാരണങ്ങളെക്കാൾ കൂടുതൽ ഇസ്ലാമിസ്റ്റുകൾക്ക് പറയാനുള്ള കാരണങ്ങളും ചൂണ്ടിക്കാണിക്കാനുള്ള സത്യങ്ങളും ഒരുപാടുണ്ട്. അതിന്റെ മാറ്റിറക്കലാണല്ലോ ഈ ആശയ സംവാദം എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതിപ്പോ ഞാൻ പറയുന്നതും നിങ്ങൾ പറയുന്നതും കേൾക്കുന്ന ആളെ സംബന്ധിച്ച് മൂന്നാമത്തെ ഒരു ബോധ്യമായിരിക്കും അയാളിലേക്ക് ചിലപ്പോ ഉണ്ടാവുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാല്, ഇങ്ങനെ ഒരാൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാളൊരു നിലപാടെടുക്കുമ്പോ, ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അയാളെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്ത്, അയാളുടെ ഇന്റൻഷൻ എന്ത്, അയാൾ ആ തീരുമാനം എടുക്കാനുള്ള കാരണം എന്ത്, സാഹചര്യം എന്ത്, ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്താറെന്ന്. അപ്പോ അതല്ലാതെ ആര് ചെയ്തു, അയാളുടെ ഡിഗ്രി എന്തായിരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലാന്ന്. ഇപ്പോ ഏറ്റവും വിശ്വസ്തരാണെന്ന് തോന്നിയ പല ആളുകളും നമുക്ക് അവിശ്വസനീയമായ അഴിമതി കേസുകളിൽ കുടുങ്ങിയ സംഭവമല്ലേ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പോക്സോ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ കേസ് അറിയാലോ. അയാളുമായിട്ട് ഞാൻ നേരിട്ട് അയാള് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആളുടെ ഉദ്ദേശം വേറെ ആയിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അതുകൊണ്ട് ഫിലിപ്പ് മമ്പാട് വരെ ഖുറാൻ പിന്നെ മഹത്തരമാണ് എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് എന്താവുന്നില്ല, ഖുറാൻ മഹത്തരാവുന്നില്ല, ഇസ്ലാം മഹത്തരമായ ആശയാവുന്നില്ല. അയാൾ ഇസ്ലാമിനെ പൊക്കി നടിക്കുമ്പോ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു? അതില് ചില എനിക്ക് പേഴ്സണലി കണക്ട് ആയത് ഇയാളെക്കാളും എന്താന്ന് അറിയില്ല, ഇയാളിങ്ങനെ ചെയ്യും പ്രഡിക്ട് ചെയ്യാനുള്ള കഴിവൊന്നുമില്ലെങ്കിലും എനിക്ക് ഒരു അത്ഭുതം, അത്ര വലിയൊരു അത്ഭുതം തോന്നിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതമായതും വിഷമായതും നമ്മുടെ മറ്റേ മജീഷ്യൻ മുതുകാടിനെ കുറിച്ചിട്ടുള്ള ആ ഒരു വിഷയമായിരുന്നു. ആള് ഡെയിലി രാവിലെ വന്നിട്ട് ഭയങ്കര ഭാഷയില്, ചടുലമായ ഭാഷയില്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഓരോ കേസിലും ഓരോ ആളുകളുടെ ഇന്റൻഷൻ ആണ് ആ കാര്യത്തിൽ പ്രധാനം. അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ് എന്ന് എന്നോട് ചോദിക്കുന്ന ആൾക്കൊക്കെ വ്യക്തവും വടിവത്തവുമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് ആ കാരണം മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്നെ സംബന്ധിച്ച് മറ്റുള്ള ആളുകള്, പല ആൾക്കാരും പല ആക്ഷേപം പറയും. ഇപ്പൊ തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, കുത്തഴിഞ്ഞ ജീവിതം നയിക്കാനാണ് ഞാൻ ഇസ്ലാം വിട്ടത് എന്ന് എന്നെ തിരിച്ചറിയാവുകയോ എന്റെ ഇപ്പോഴത്തെ ജീവിതം അറിയുകയോ ചെയ്യുന്ന ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം എന്റെ ഇന്റൻഷൻ അതല്ല, അത്തരം ഇന്റൻഷനിൽ വിട്ടതല്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടായപ്പോ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വിയോജിപ്പോ വെറുപ്പോ ഉണ്ടായിട്ട് ഇസ്ലാം വിട്ട ആളുമല്ല. കാരണം അങ്ങനെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എന്നെ ഇസ്ലാം പിടിച്ച് കടിച്ചിട്ടൊന്നുമില്ല. ഇസ്ലാം കൊണ്ട് ഒരു ഉപദ്രവം, അതായത് മതം വിടുന്നത് വരെ വിശ്വാസിയായി ജീവിക്കുന്ന കാലത്ത് ഇസ്ലാം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപദ്രവം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രത്യേക ഉപദ്രവം എനിക്കുണ്ടായിട്ടില്ല. മതം വിട്ടതിന് ശേഷം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അത് മതപരമായിട്ട് അവർക്ക് അതിന് ന്യായം ഉണ്ടാവും എന്നതിനപ്പുറത്തേക്ക്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും അല്ല എന്നെ സംബന്ധിച്ച്. ഇത് തികച്ചും വൈജ്ഞാനികമായിട്ടുള്ള നമ്മളെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റാണ്. ഇനി ഞാൻ തിരിച്ച് ഇസ്ലാമിലേക്ക് പോവാന്ന് വിചാരിച്ചോ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുകയാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയാൽ
ഞാൻ കാര്യകാരണ സഹിതം ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഓരോ വിമർശനത്തിനും അക്കമിട്ട മറുപടി പറയാതെ പോവില്ല. ആ മറുപടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ പോവുള്ളൂ, എനിക്കത് ബോധ്യപ്പെടുകയാണെങ്കിൽ. അങ്ങനെ ബോധ്യപ്പെടാനുള്ള സാധ്യത ഒരു 0.0001%. നമ്മളിത് കൂടുതൽ 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 ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്തോറും ആ അകലം കൂടി 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 വരുന്നതല്ലാത്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഒരു പോയിന്റിൽ പോലും ഞാൻ മനസ്സിലാക്കിയതല്ല ശരി, ഇസ്ലാമിലുള്ള ഈ കാര്യം ഭയങ്കര മികച്ചതാണെന്നൊരു തോന്നല് ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോ ഘട്ടം പിന്നിട്ട് പോകുമ്പോഴും കൂടുതൽ കൂടുതൽ എന്താ പറയാ നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരികയാണ്. ഇപ്പൊ ഈ അടുത്ത് എന്താ പറയാ വേറൊരു ചർച്ചയിൽ നിന്ന് കിട്ടിയൊരു ഹിന്റ് വെച്ചിട്ട് ഞാൻ നടത്തിയുള്ള ഒരു പരിശോധന, ജീവൻ നിലനിർത്തുന്ന ഘട്ടത്തിൽ കഴിക്കാവുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് എന്നെ ഞെട്ടിച്ചൊരു സാധനമുണ്ട്. ഇപ്പൊ ഹറാമായ കാര്യങ്ങളൊക്കെ നിഷിദ്ധമായതൊക്കെ കഴിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞ ഖുർആൻ വചനമുണ്ട്. അതായത് ജീവൻ നിലനിർത്താൻ വേറൊരു നിർവാഹമില്ലാത്തൊരു സന്നിഗ്ധ ഘട്ടം വന്നാല് അവിടെ നിങ്ങൾക്ക് ഹറാമായി പരിഗണിക്കുന്ന പലതും അനുവദനീയമാകും, കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അവിടെ വിസർജ്യം വരെയുണ്ട്. ഓക്കെ, ആ ശവങ്ങളുണ്ട്, ചത്ത മൃഗങ്ങളുടെ ശവങ്ങളുണ്ട്. അതും കടന്ന് മനുഷ്യന്റെ ബോഡി, മനുഷ്യന്റെ മൃതശരീരത്തെ തന്നെ പച്ചയ്ക്ക് തിന്നാനുള്ള അനുവാദമുണ്ട്. എന്നെ ഞെട്ടിച്ച സാധനം, ഇപ്പൊ ഈ ചർച്ചയൊക്കെ പലതും ആൾക്കാർ നടത്തി കണ്ടു. പക്ഷെ അതിനിടയില് ഞാൻ കുറച്ചുകൂടി അന്വേഷിച്ച് പോയപ്പോ എന്നെ ഞെട്ടിച്ചത് ഇങ്ങനെയുള്ള ഇതൊരു സാങ്കല്പികമായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ചുള്ള ഫിഖ്ഹി ചർച്ചയാണ് കേട്ടോ. അപ്പോ അവിടെ ഇപ്പോ ഒരാളുടെ മുന്നിൽ ഒരാൾ ഇങ്ങനെ ഈ പറയപ്പെടുന്ന ജീവൻ നിലനിർത്താൻ വേറൊരു നിർവാഹമല്ല, വേറൊന്നും ഭക്ഷിക്കാൻ കിട്ടാനില്ലാത്ത ഒരു ഘട്ടത്തിൽ ഒരാളുടെ മുന്നിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ മൃതദേഹവും ഇസ്ലാം ആദരവ് നൽകാത്ത ഒരു മനുഷ്യൻ ജീവനോടെയും കണ്ടാൽ ഈ മുസ്ലിമായ മനുഷ്യന്റെ മൃതദേഹം, ഓൾറെഡി മരിച്ച മൃതദേഹത്തിൽ നിന്ന് ഭക്ഷിക്കണോ അതോ ഈ ജീവനോടെയുള്ള ഇസ്ലാം ബഹുമാനിക്കാത്ത മനുഷ്യനെ കൊന്നു തിന്നണോ എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ഇസ്ലാം ആദരവ് കൽപ്പിക്കാത്ത മനുഷ്യനെ കൊന്നു തിന്നണമെന്നാണ്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുണ്ടോ അങ്ങനെ ഒരു കാര്യം ഇസ്ലാമിലുണ്ട്? അങ്ങനെ ഒരു മസാല ചർച്ച ചെയ്യും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൂടുതൽ ആഴത്തിലോട്ട് പോകും തോറും ഇതിനോടുള്ള അകലവും ഇതിനോടുള്ള ഒരു തരം എന്താ പറയാ നമുക്ക് ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു ഡിസ്ഗസ്റ്റ് അത് കൂടി കൂടി വരികയാണ്. ഇതിന്റെ പല ചർച്ചകൾ ഇപ്പൊ നമ്മൾ ഫത്വൽ മൊയ്നൊക്കെ വായിക്കുമ്പോൾ പട്ടി മനുഷ്യനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് ഒരു മനുഷ്യനും പോത്തും അല്ലെങ്കിൽ മനുഷ്യനും കാളയോ പശുവോ ഒക്കെ തമ്മിൽ ബന്ധപ്പെട്ട ഒരു കുട്ടിയുണ്ടായാലും ഒരു കാള മനുഷ്യൻ പോത്ത് മനുഷ്യൻ ഉണ്ടായാൽ ആ പോത്ത് മനുഷ്യനെ എന്ത് ചെയ്യണം? അയാളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അയാൾ ഇമാമ് നിൽക്കാൻ പറ്റുമോ? അയാളെ പിന്നെ ഈ നിസ്കാരം കഴിഞ്ഞിട്ട് കൊണ്ട് ഒതുവെ തറക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ തുടങ്ങി ഭ്രാന്തമായ ചർച്ചകൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഞെട്ടലിനേക്കാളും ഭീകരമായ ഞെട്ടലാണ് നമ്മൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞത് ഷാഫി ഇമാമിന്റെ ഒരു ഗ്രന്ഥത്തിലുള്ള കേട്ടോ, ഷാഫി മദ്ഹബിലെ ഒരു പ്രധാനപ്പെട്ട ഫിഖ്ഹി ഗ്രന്ഥത്തിലുള്ള സാധനമാണ്. അപ്പം ഇതില് നമ്മൾ ചെകഞ്ഞു പോയി എടുത്തുകൊണ്ട് വരാൻ ഇപ്പൊ നമ്മളെ കയ്യിൽ കിട്ടിയതിനേക്കാളും മാരകമായതോ നാറിയതോ ആയിട്ടതല്ലാത്ത ഒന്നുമില്ല. അതായത് മനുഷ്യന്മാരുടെ ഇടയിൽ കാണിക്കാൻ പറ്റുന്നതൊക്കെ പബ്ലിക്കിലുണ്ട്. മൂടി വെച്ചതും അധികം ചർച്ച ചെയ്യാത്തതും ഇപ്പൊ നമ്മുടെ കയ്യിൽ ലഭ്യമായതിനേക്കാളും നീചമായതായിരിക്കും എന്നാണ് എന്റെ ബോധ്യം. അതുകൊണ്ട് ഇനി എന്തെങ്കിലും കുഴിച്ചു പോയിട്ട് ഇതിൽ നിന്ന് മുത്തു പെറുക്കാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് എന്റെ നിലപാട്. അപ്പോ പിന്നെ പഠനവും ചിന്തയും ബോധ്യങ്ങളൊക്കെ ഓരോ ആളുകൾ വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓരോ ആളുകളുടെ ബോധ്യങ്ങളാണ് അയാളെ നയിക്കേണ്ടത് തന്നെയാണ് എന്റെ നിലപാട്. അതല്ല ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു വിമർശകൻ ഇതിലേക്ക് മാറുന്നു, ഒരു വിരുദ്ധൻ ഇതിലേക്ക് മാറുന്നു. ഒന്നും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണം എന്താണ്? അത് ആർക്കുണ്ട്, അതിപ്പോ ഏതൊരാൾക്കും ഉണ്ട്. പക്ഷെ അതിൽ ഞാൻ പരിഗണിക്കുന്നത് അയാളുടെ ഇന്റൻഷൻ, മോട്ടീവ് എന്താണ് എന്നുള്ളത്. കാരണം വാലിഡ് ആണോ, അയാളുടെ മോട്ടീവ് എന്താണ്? ഈ രണ്ട് കാര്യങ്ങളാണ്. പറയുന്ന കാര്യങ്ങൾ വാലിഡ് ആയിരിക്കണം, മോട്ടീവ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതാണ് എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് എനിക്കിപ്പം ഈ കേരളത്തിൽ നിന്ന് ഇപ്പൊ എല്ലാ എക്സ് മുസ്ലിങ്ങളും തിരിച്ച് ഇസ്ലാം ആയാലും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലും തോന്നൂല. കാരണം എന്താ വെച്ചാൽ
എന്നെ സംബന്ധിച്ച് എന്നെ നയിക്കുന്ന എന്റെ ബോധ്യങ്ങളാണ്. അതുപോലെ അതിപ്പോ ഇസ്ലാം മത വിമർശക രംഗത്ത് തന്നെ പലപ്പോഴായിട്ട് ഞാൻ പല വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നെ ഒന്നും അത് അലോസരപ്പെടുത്താറില്ല, അസ്വസ്ഥപ്പെടുത്തുന്നില്ല. കാരണം ഞാൻ മുന്നോട്ട് പോകുന്ന എന്റെ മാത്രം ബോധ്യങ്ങളിലാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയോ അവരുടെ അനുമോദനങ്ങളിലോ അല്ലെങ്കിൽ എന്നെ വിമർശിക്കുന്നവരുടെ വിമർശനങ്ങളിലോ ഞാൻ നമ്മളതിനെ സ്വീകരിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് എന്റെ ചിന്തകളെ അത് സ്വാധീനിക്കാറില്ല. എന്റെ നിലപാടുകളും വാക്കുകളൊന്നും അതിനനുസരിച്ച് പാകപ്പെടുത്തുന്നതുമല്ല. അപ്പൊ ആ ഒരു ബോധ്യത്തിലാണ് ഞാൻ മുന്നോട്ട് വന്നത്. അപ്പൊ എന്തായാലും അതേപോലെ തന്നെയാണ് എല്ലാവരും അവരവരുടെ ബോധ്യത്തിലാണ് പോകേണ്ടതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ നിങ്ങളുടെ ബോധ്യത്തിലിരിക്കുക, ഞാൻ എന്റെ ബോധ്യത്തിലായിരിക്കുക. അവനവനോട് സത്യസന്ധത കാണിക്കുക, അവനവനോട് എന്താ പറയാ, അവനവനെ മനസാക്ഷിയെ വഞ്ചിക്കാതിരിക്കുക. നിങ്ങൾ പുറത്തു പറയുന്നത് എന്തോ അതായിരിക്കണം നിങ്ങളുടെ ശരിയായിട്ടുള്ള ഇന്റൻഷൻ. അല്ലാത്തവർക്കാണ് ഈ പലപ്പോഴും അമളി പറ്റുന്നതും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നതും ഒക്കെ. അപ്പോ ആയിക്കോട്ടെ, ഇനിയും വിളിക്കൂ. തീർച്ചയായിട്ടും. ശരി.